താൽക്കാലിക ആശ്വാസം വെടിനിർത്തൽ ഇറാനും ഇസ്രായേലും അത് അംഗീകരിച്ചിരിക്കുന്നു. ട്രംപിന്റെ ഉപദേശം കേട്ടെന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ട്രംപിന് അല്പം മുഷിവുണ്ട്. എന്തായാലും ആ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഹാഷ്മി, യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ അല്പം ആശ്വാസമായിരിക്കുന്നു. പക്ഷെ അതൊരു താൽക്കാലിക ആശ്വാസമാണ്. എന്തായാലും ട്രംപ് പറഞ്ഞ് ട്രംപിന്റെ ആ വാദം തൽക്കാലം വിജയിച്ചിരിക്കുകയാണ്. കാരണം ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബീബി എന്നാണ് വിളിച്ചിട്ട് പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരും, ഇനി യുദ്ധം നടത്തിയാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ നിർത്തണം. അവർ തമ്മിൽ പല ദിവസങ്ങളായിട്ട് വാഗ്വാദം നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ കേട്ടു. അതിനു മുമ്പ് തന്നെ ഇറാനും വെടിനിർത്തി. രണ്ട് കൂട്ടരോടും വെടിനിർത്താനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ട്രംപ് നൊബേൽ സമ്മാനം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് ഇതുകൂടി ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ട്രംപിന് ഇക്കാര്യത്തിൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും യുദ്ധം വെടിനിർത്താൻ അത് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ലെബനോനിൽ കയറി ഇനി ആക്രമിച്ചാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുണ്ട് ഇസ്രായേലിന്. ഇസ്രായേലും പറഞ്ഞിരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെയാണ്, ഞങ്ങൾക്കെതിരെ ഇനി ആക്രമിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുമെന്നാണ്. അപ്പോൾ ഇതൊരു വളരെ ഫ്രജൈലായിട്ടുള്ള ദുർബലമായിട്ടുള്ളൊരു വെടിനിർത്തലാണ്. ഇത് മുന്നോട്ട് പോകട്ടെ എന്നാണ് എല്ലാവരും ആശ്വസിക്കുന്നത്. അപ്പോൾ അത് എവിടെ എത്തുമെന്ന് അറിയില്ല. അതിനിടയ്ക്ക് പാകിസ്ഥാന്റെ ഖത്തറിൻ്റെയും വക സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രശ്നങ്ങൾ നിർത്താനുള്ള നീക്കം നടത്തുന്നു. അമേരിക്ക പറയുന്നത് 2 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കും, അമേരിക്കയ്ക്ക് ഫുൾ വിക്ടറി, വലിയ വിജയം ലഭിക്കുമെന്നാണ് ട്രംപ് മുൻകൂട്ടി പറയുന്നത്. ട്രംപിന്റെ ഈ വാചകമടിയാണ് ഓരോ തവണയും ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ രൂക്ഷമാവാൻ കാരണം. എന്തായാലും ഇത്തവണ ഈ യുദ്ധം നിർത്തുന്നതിന് ട്രംപ് കാരണമായി. കാരണം ലെബനോനിൽ കയറി അടിക്കുന്നതിനെതിരായിരുന്നു ട്രംപ്. അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ വലിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴാണ് ഇറാൻ തിരിച്ചടിച്ചത്. യമനിലെ ഹൂതികളും രംഗത്ത് വന്നിരുന്നു. ഒരു തരത്തിൽ സൗദിയിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമിക്കുമെന്ന ഭീഷണി വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ സമ്മർദ്ദമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത്. ട്രംപ് അതിശക്തമായിട്ട് രംഗത്ത് വന്നു. എന്തായാലും 40 ലക്ഷം മലയാളികളുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മലയാളികളാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്, ഇന്ത്യക്കാരായിട്ടുള്ള 1 കോടിയിലേറെ ഇന്ത്യക്കാർക്കും നമ്മുടെ മലയാളികൾക്കൊക്കെ ആശ്വസിക്കാനുള്ള വലിയ വകയാണ് ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.